സ്വാമി ശരണം. ഞാൻ ഒരു പ്രത്യേക മെസ്സേജ് തരാൻ വേണ്ടിയിട്ടാണ്, എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. തെറ്റാണ് എങ്കിൽ ക്ഷമിക്കാം. പക്ഷെ ഇതെനിക്ക് പറയാതിരിക്കാൻ വയ്യ എന്നുള്ളൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ സ്വാമി ശരണം എന്ന് പറഞ്ഞിട്ട് ഈ വീഡിയോ തുടങ്ങാൻ കാരണം ശബരിമല, ശ്രീ അയ്യപ്പൻ്റെ ധർമ്മസ്ഥാൻ എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ശബരിമല, കോടാനുകോടി ജനങ്ങൾ പല രാജ്യങ്ങളിൽ നിന്നും, നമ്മുടെ പല നാടുകളിൽ നിന്നും, പല സംസ്ഥാനങ്ങളിൽ നിന്നും വന്നു ചേരുന്ന കേരളത്തിൻ്റെ പുണ്യസ്ഥാനമാണ് ശബരിമല. അതിന് കുറേ ആചാരങ്ങളുണ്ടായിരുന്നു, നമ്മളെല്ലാം അനുഷ്ഠിക്കുന്ന ആചാരങ്ങളുണ്ട്. കുറേ പേര് അതൊരു എന്താ പറയുക, ഒരു വ്യാഖ്യാനം പോലെ അത് പല രീതിയിലും ചെയ്യുന്നുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ ഈ എൻ്റെ മെസ്സേജ് എന്ന് പറഞ്ഞാൽ, 41 ദിവസം വ്രതമെടുത്ത് കറുത്ത വസ്ത്രം ധരിച്ച് മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ച് രാവിലെയും വൈകുന്നേരം കുളി കഴിഞ്ഞ് അമ്പലദർശനങ്ങൾ കഴിഞ്ഞ് ചെയ്യുന്ന ഭക്തിസാന്ദ്രമായ ഈ മദ്യപാനികൾ മദ്യം പോലും ഉപയോഗിക്കുന്ന നിർത്തുന്ന ഒരു സമയമാണ് ഈ 41 ദിവസത്തെ വ്രതം കാലം. അതിലെ ഉൾപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മൾ കറുത്ത മുണ്ടുടുക്കുക എന്നുള്ള കാര്യം. ഈ കറുത്ത മുണ്ടുടുക്കുന്നത് അയാളൊരു സ്വാമിയാണ്, അല്ലെങ്കിൽ അയാളൊരു മാളികപ്പുറമാണ് എന്നുള്ള ഒരു സൂചന നൽകലാണ്. അയാൾ കറുത്ത മുണ്ടെടുത്തിട്ട് കഴുത്തിൽ മാല ഇട്ടിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ ഒരു സൂചന നൽകലാണ്. ആ സമയത്ത് മാത്രമേ, ഈ ശബരിമല കാലത്ത് മാത്രമേ നമ്മൾ ഈ കറുത്ത മുണ്ടുടുക്കുന്നവരെ പൊതുവെ കാണാറുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോഴങ്ങനെയല്ല. നമ്മുടെ മീഡിയയുടെ ഒരു എന്താ പറയുക, നമ്മളെല്ലാവരും മീഡിയ ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ മീഡിയയുടെ ഒരു ചെറിയൊരു ഇൻസെക്റ്റ് അതിൽ വന്നു. നമ്മുടെ കുറേ ഹീറോകൾ കറുത്ത മുണ്ടുകൊടുത്തിട്ട് സിനിമകളിലൊക്കെ വന്നു. അപ്പോൾ നമ്മളൊക്കെ അതിനെ ഫോളോ ചെയ്യാൻ തുടങ്ങി. എവിടെ നോക്കിയാലും സ്വാമിമാരാണ്. ഇപ്പം എല്ലാവരും കറുത്ത മുണ്ടുകൊടുത്തിട്ടുള്ളവരാണ്. നമ്മള് കോടിക്കണക്കിന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോടിക്കണക്കിന് ഭക്തരുടെ ഒരു വികാരത്തെ, അല്ലെങ്കിൽ അവരുടെ ഒരു ഭക്തസാന്ദ്രമായ അവരുടെ ഒരു ചിന്തയെയാണ് നമ്മൾ ചെറുതായിട്ടൊന്ന് വ്രണപ്പെടുത്തുന്ന ഈ കറുത്ത മുണ്ടുകൊടുക്കുന്നതിലൂടെ. അപ്പോൾ കറുത്ത മുണ്ടുകൊടുക്കുന്നത് ഈ ശബരിമല കാലത്തെങ്കിലും ഉപേക്ഷിക്കുക, അത് വേണ്ടാന്ന് വെക്കുക. നമുക്ക് കാവ്യ മുണ്ടുകൊടുക്കാം, വേറെ എത്രയോ കളറ് മുണ്ടുകളുണ്ട്, അതൊക്കെ കൊടുക്കാം. ഈ ശബരിമല കാലത്ത് ഇത്തരം കാര്യങ്ങളൊന്ന് സൂക്ഷിക്കുക, ഉപേക്ഷിക്കുക. കാരണം നമ്മുടെ ഒരു സംസ്കാരത്തെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. നമ്മുടെ സംസ്ഥാനത്തിന് ഇത്രയും അധികം വരുമാനം ഉണ്ടാവുന്ന, അല്ലെങ്കിൽ ഇത്രയധികം കാര്യങ്ങൾ ചെയ്യുന്ന, നമ്മുടെ സംസ്ഥാനത്തേക്ക് ഇത്രയധികം ആളുകൾ വരുന്ന ഒരു വിശ്വാസത്തെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. ഞാൻ ഏത് മതമോ ജാതിയോ അല്ലെങ്കിൽ താന്ത്രികനോ മാന്ത്രികനോ അത്തരം കാര്യങ്ങൾക്ക് ഒന്നും ഞാൻ ഇതൊന്നും ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ശബരിമലക്കാലത്ത് ആരും കറുത്ത മുണ്ടുകൾ ശബരിമലയ്ക്ക് സ്വാമി ആയിട്ട് പോകുന്നവരല്ലാതെ മറ്റാരും ഇത്തരം കാര്യങ്ങളിൽ ചെയ്യാതിരിക്കുക, കറുത്ത മുണ്ടുകൾ കൊടുക്കാതിരിക്കുക എന്നുള്ളത് എൻ്റെ ഒരു വിനീതമായ റിക്വസ്റ്റാണ്. മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാം, അല്ലാത്തവർക്ക് എന്നെ തള്ളിക്കളയാം. എല്ലാവർക്കും നമസ്കാരം. സ്വാമി ശരണം.